ഹലോ ഫ്രണ്ട്സ്. നമ്മൾ ഈ വർഷം മെയ് മാസത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ നമ്മൾ നടത്തിയ സൈനിക ആക്രമണത്തിൽ അതിനെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒരു പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ആദ്യ സമയത്തൊക്കെ അതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പാകിസ്ഥാന് മുകളിൽ കൃത്യമായിട്ടുള്ള ഡിസിസീവായിട്ടുള്ള ഒരു മേൽക്കൈ ഓ, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു എന്താണ് പറയുന്നത് കാഴ്ചയാണ് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യം പാകിസ്ഥാനും ചൈനയും ടർക്കിയും ഒക്കെ അതുപോലെ തന്നെ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വെസ്റ്റേൺ മീഡിയാസ് ഒക്കെ തന്നെ ഇന്ത്യക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രൊപ്പഗണ്ടയുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. നമുക്കറിയാം അത്. കാരണം ഇന്ത്യക്ക് ആദ്യമേ തന്നെ ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. ഇന്ത്യയുടെ S-400 അവർ തകർത്തു, റഫേൽ വിമാനം അടിച്ചിട്ടു, ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള ഒത്തിരി ഡാമേജസ് ഉണ്ടായി എന്നൊക്കെയുള്ള പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള നറേറ്റീവ് അവർ ഉണ്ടാക്കുകയും അതിനകത്തിൽ അവർക്ക് ഒത്തിരി വിജയം ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിച്ചു. ചൈനയുടെ ഭാഗത്തു നിന്നായാലും ചൈന റഫേലിനെതിരെയൊക്കെ നടത്തിയിട്ടുള്ള ഭയങ്കര ശക്തമായിട്ടുള്ള ചില പ്രൊപ്പഗണ്ടയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് വളരെ ഫേക്ക് ആണെന്നും അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത് ഏഹ് അതിനകത്തിൽ കാര്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും ഇല്ലെന്നുള്ള ഒരു ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഇന്ത്യക്കും ഫ്രാൻസിനും ഒക്കെ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ അതിനുശേഷം ഇന്ത്യ നടത്തിയിട്ടുള്ള ഇന്ത്യയുടെ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള നമ്മളുടെ പ്രസ് കോൺഫറൻസിലും അല്ലെങ്കിൽ പ്രസ് മീറ്റിങ്ങിലും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ പാകിസ്ഥാന് കാര്യമായിട്ടുള്ള ഡാമേജസ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആക്രമങ്ങൾ മിലിറ്ററി അറ്റാക്കുകൾ നമുക്ക് നടത്തുവാൻ സാധിച്ചു എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് തീർച്ചയായിട്ടും ലോകത്തിന് മുമ്പിൽ നമുക്ക് കാട്ടിക്കൊടുക്കാൻ സാധിച്ചതും. ആദ്യമൊക്കെ പാകിസ്ഥാൻ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച്, കാരണം നമുക്കറിയാം ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ വാറിലും അല്ലെങ്കിൽ ഇൻഫർമേഷൻ വാറിലും ഒക്കെ തന്നെ ഇപ്പോഴും വളരെ മുമ്പിലാണ് അവർ ശരിക്കും പറഞ്ഞത്. അപ്പോൾ അത് കാശ്മീരിന്റെ കാര്യം വരുമ്പോഴും മറ്റ് ഇന്ത്യക്കെതിരെയുള്ള മറ്റേതെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പോൾ തന്നെയും അവർക്ക് ലോകത്തെ അവർക്ക് അവരുടെ ഈ പ്രൊപ്പഗണ്ട എപ്പോഴും ഫോൾസ് ആയിരിക്കും. പ്രൊപ്പഗണ്ട മെഷീനറി ഉപയോഗിച്ച് അവരുടെ ഈ നറേറ്റീവ് എന്ന് പറയുന്ന ഒരു എന്താണ് പറയുന്നത് സംവിധാനം നറേറ്റീവ് ഉണ്ടാക്കി അതുപോലെ തന്നെ സൈക്കോളജിക്കൽ വാർ, ഇൻഫർമേഷൻ വാർ, ഇതിലൊക്കെ തന്നെ ഇന്ത്യക്ക് മുകളിൽ കൃത്യമായിട്ടുള്ള മേൽക്കൈ അല്ലെങ്കിൽ മേൽക്കോയ്മ പാകിസ്ഥാൻ അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ധു സമയത്തും അത് നമ്മൾ കണ്ടാണ്. പിന്നീട് ഇന്ത്യക്ക് അതെല്ലാം എന്താണ് പറയുന്നത് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇന്ത്യക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പരിമിതികളുള്ള അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അതിനുശേഷം പതുക്കെ പതുക്കെ നമുക്കറിയാമല്ലോ ഏത് കാര്യത്തിന്റെയും സത്യാവസ്ഥ വളരെ പതുക്കെ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനുശേഷം ലോകത്തിന്റെ മുമ്പിൽ പലതരത്തിലുള്ള തെളിവുകളും അല്ലെങ്കിൽ എവിഡൻസും ഒക്കെ നമുക്ക് എന്താണ് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചതോടുകൂടി പാകിസ്ഥാന്റെയും ചൈനയുടെയും ടർക്കിയുടെയും ഒക്കെ തന്നെ വാദഗതികൾ വളരെ ആണ് അല്ലെങ്കിൽ ഫേക്ക് ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഇന്ത്യക്ക് പാകിസ്ഥാന്റെ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ കൃത്യമായിട്ടുള്ള എന്താണ് പറയുന്നത് ഒരു ഡോമിനൻസ് അല്ലെങ്കിൽ മിലിറ്ററി സുപ്പീരിയോറിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഉള്ളിൽ ഡീപ്പായിട്ടുള്ള പെനിട്രേറ്റീവ് അറ്റാക്കുകൾ നമുക്ക് നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് ലോകത്തിന് മനസ്സിലായി തീർച്ചയായിട്ടും അങ്ങനെ. അതുപോലെ തന്നെ ചൈനയ്ക്ക് അവരുടെ ഏം, ആയുധങ്ങൾക്ക് ലോകത്തിന്റെ മുന്നിൽ വളരെ അധികം നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു അവസ്ഥയൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നു പിന്നീടെന്ന് പറഞ്ഞാൽ. കാരണം പല രാജ്യങ്ങളും ചൈനയിൽ നിന്നുള്ള മിലിറ്ററി പിന്നെ എന്താണ് പറയുന്നത് ഓർഡേഴ്സും അല്ലെങ്കിൽ അതുപോലെ കരാറുകളൊക്കെ തന്നെ അതിനകത്ത് നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതൊക്കെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യ മന്ത്രിയുമായിട്ടുള്ള ഇഷാഖ് ദാർ എന്ന് പറയുന്ന വ്യക്തി ആണ് ഇപ്പോൾ ഒരു പിന്നെ എന്താണ് തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഒരു ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അവർക്ക് കാര്യമായിട്ടുള്ള ഡാമേജ് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് കൃത്യമായിട്ട് പാകിസ്ഥാന്റെ മുകളിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കണിശമായിട്ടുള്ള ഒരു മിലിറ്ററി സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ മിലിറ്ററി അറ്റാക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തുന്നത്.
ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള അവരുടെ നൂർഖാൻ വ്യോമത്താവളമാണ്, എയർബേസ് ആണ്. കാരണം അവിടെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ നിഗൂഢതകളും രഹസ്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പിന്നീടാണ് നമുക്ക് ട്രംപിന്റെ പിന്നീടുള്ള ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകളും അല്ലെങ്കിൽ ഈ നയമാറ്റങ്ങളും പാകിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഒരു എന്താണ് ചൂടുമാറ്റമൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഓപ്പറേഷൻ സിന്ധു സമയത്ത് നൂർഖാൻ എയർബേസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഡാമേജ് ആ നൂർഖാൻ എയർബേസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഈ പറഞ്ഞ മാറ്റങ്ങൾ, മാറ്റങ്ങൾ ട്രംപിന്റെ ഭാഗത്തുമൊക്കെ ഉണ്ടായെന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ഈ പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രിയും അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഈ പറഞ്ഞ ഇഷാഖ് ദാർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് കൃത്യമായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്നു മീൻസ് നമ്മളുടെ എയർ അറ്റാക്കിൽ കൂടെ നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനെ ടാർഗറ്റ് ചെയ്യാൻ അവരുടെ പല മിലിറ്ററി ഇൻസ്റ്റലേഷൻസും എയർബേസും ഒക്കെ തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിച്ചു. നൂർഖാൻ എയർബേസിന് അല്ലെങ്കിൽ വ്യോമത്താവളത്തിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ അവരുടെ സൈനിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും അതുപോലെ തന്നെ താവളത്തിലുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് ആണ് അദ്ദേഹം ഈ വർഷാവസാനമുള്ള അവരുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഏകദേശം എൺപത് 80 ഡ്രോൺസ് 36 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 80 ഡ്രോണുകളെങ്കിലും നമ്മുടെ അങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് നമ്മൾക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അതിർത്തി കടന്ന് ചെന്നു. അവർ പറയുന്നത് 79 എണ്ണം അവർ ന്യൂട്രലൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് തടയാൻ സാധിച്ചെന്നും ഒരെണ്ണം മാത്രമേ നൂർഖാൻ ബേസിൽ പതിച്ചുള്ളൂ, അതാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡാമേജ് എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് കൃത്യമായിട്ട് അതിനെ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. കാരണം 79, കാരണം അവർക്ക് ഡാമേജ് ഉണ്ടായി എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ 80 ഡ്രോണിനകത്തിൽ 79 അവർ ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിച്ചു. പക്ഷേ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരു ഡ്രോൺ അവിടെ ചെന്ന് പതിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നും അത്ര അത് സത്യമാണെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെയുള്ള തുറന്ന പറച്ചിൽ അതിനുശേഷം കൃത്യമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിജയമായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ 80 ഡ്രോണുകൾ ഇന്ത്യ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ 79 അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഡ്രോൺ മാത്രമാണ് ഈ പറഞ്ഞ നൂർഖാൻ ബേസിൽ ചെന്ന് പതിക്കുകയും അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷനൊക്കെ ഈ പറഞ്ഞ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡാമേജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് ഇതിന്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയില്ല. കാരണം അതൊക്കെ ഇപ്പോഴും നമുക്കറിയാം ഏതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ കാര്യങ്ങളായാലും അവർ കൃത്യമായിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു ജനറലായിട്ടുള്ള ചില അസസ്മെന്റ് അല്ലെങ്കിൽ ചില വിലയിരുത്തലുകൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ മെയ് 9-ന്, അതായത് ഇന്ത്യ ആദ്യം ഓപ്പറേഷൻ സിന്ദൂർ നടത്തില്ല, അവരുടെ മിലിറ്ററി ഈ ടെറർ ക്യാമ്പിനെ നമ്മൾ അറ്റാക്ക് ചെയ്തതിനു ശേഷം അവർ സാഹചര്യം വിലയിരുത്താൻ അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ ആയിട്ട് അവരുടെ പ്രൈം മിനിസ്റ്റർ ഈ ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ മെയ് 9-ന് രാത്രി യോഗം ചേർന്നെന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ നൂർഖാൻ വ്യോമതാവളം ആക്രമിച്ചതിലൂടെ ഇന്ത്യ ഒരു മിസ്റ്റേക്കാണ് ചെയ്തത്, അതിന് തിരിച്ചടി ശക്തമായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നൊക്കെ അല്ലെങ്കിൽ ഉണ്ടാകണം എന്നൊക്കെയുള്ളൊരു തീരുമാനം അവരെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അറ്റാക്ക് നൂർഖാൻ ബേസിൽ ഉണ്ടായി എന്നുള്ളതിനെ സ്ഥിരീകരിക്കുകയാണെന്നാണ് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ നൂർഖാൻ ബേസ് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ നൂർഖാൻ ബേസ് വളരെ പ്രധാനപ്പെട്ടാണെന്ന് പറയുമ്പോൾ ഈ അവിടെ അമേരിക്കയ്ക്ക് വളരെ തന്ത്രപരമായിട്ടുള്ള ഏതോ താല്പര്യങ്ങളിലൂടെ ഈ പറഞ്ഞ എയർബേസ് അല്ലെങ്കിൽ വ്യോമത്താവളവുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്കറിയാം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഇപ്പൊ പഴയ കാലത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റാം. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അബദ്ധത്തിൽ ബോംബ് പോയി വീണതാണ് അല്ലെങ്കിൽ മിസൈൽ പോയി വീണതാണ് അല്ലെങ്കിൽ ഡ്രോൺ പോയി പതിച്ചാണെന്ന് ഒരിക്കലും ആർക്കും ഒന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം ഇതുപോലുള്ള എല്ലാ അറ്റാക്കുകളും നല്ല കൃത്യമായിട്ട് പ്രിസിഷൻ ഗൈഡാണ്, ടെക്നോളജി ഡ്രിവൺ ആണ്. അതുകൊണ്ട് മിസ്റ്റേക്കുകൾ പറ്റാനുള്ള സാധ്യതകളൊന്നുമില്ല, ആർക്കും പറ്റത്തില്ല. പൈലറ്റിനും പറ്റത്തില്ല, എയർക്രാഫ്റ്റിനും പറ്റത്തില്ല. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ അബദ്ധത്തിൽ പാകിസ്ഥാന്റെ നൂർ ബേസിൽ പോയി ഒരു
ഡ്രോണ് പതിച്ചു അല്ലെങ്കിൽ മിസൈൽ പതിച്ചു എന്നുള്ള അവകാശവാദമൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് നമ്മളത് അവിടെ അറ്റാക്ക് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനമെടുത്ത് തന്നെയാണ് നമുക്ക് അവിടെ ടാർഗറ്റ് ചെയ്യാനും നമുക്ക് അറ്റാക്ക് ചെയ്യാനും നമുക്ക് സാധിച്ചത്. ഏതായാലും ഇന്ത്യയുടെ ഭരണകൂടത്തിനും ഇന്ത്യയുടെ ഇന്റലിജൻസിനും ഒക്കെ നൂർക്കാൻ ബേസിനെ കുറിച്ച് അറിയാതിരിക്കത്തില്ല. ഇപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് അറിയാൻ സാധിക്കത്തില്ല. കാരണം ഈ ഒരു ഏഹ്, ഇന്ത്യ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തന്നെയാണ് നമ്മൾ പൊതുവെ ഒട്ടുമിക്ക എല്ലാവരും ഈ നൂർക്കാൻ ബേസിനെ കുറിച്ച് കേൾക്കുന്ന പോലും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിനോ നമ്മുടെ ഇന്റലിജൻസിനോ ഒന്നും തന്നെ അത് അറിയത്തില്ല. അവിടെ അമേരിക്കയുടെ ഓപ്പറേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അവിടെ പിന്നെ എന്താണ് പറയുന്നത്, അമേരിക്കയുടെയും കൂടെ ഒരു എയർബേസ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ഡെലിബറേറ്റ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നൂർഖാൻ ബേസിനെ നമ്മൾ ആക്രമിച്ചതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു മെസ്സേജാണ്. ഇനി അമേരിക്കയുടെ താല്പര്യങ്ങൾ, തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങൾ ആ ബേസിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്കും ഇപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഒരു പക്ഷേ ഈ പറഞ്ഞ നൂർഖാൻ ബേസ് ചൈനയ്ക്ക് പാകിസ്ഥാന്റെ മുകളിൽ സർവാധിപത്യം ഉള്ളത് കൊണ്ട് ചൈനയ്ക്ക് ഇത് അറിയാതിരിക്കത്തില്ലല്ലോ. കാരണം നൂർഖാൻ ബേസിൽ അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, റഷ്യക്ക് അറിയാതിരിക്കത്തില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ ഈ അമേരിക്കയുടെ പിന്നെ അസറ്റിന്, നൂർഖാൻ ബേസിലുള്ള മിലിറ്ററി അസറ്റിന് ഈ പറഞ്ഞ ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ സന്തോഷിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് ഇന്ത്യക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല. കാരണം ഇന്ന എയർബേസ് അവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന എയർബേസ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ചില ഏഹ്, ഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നും ഉള്ള കാര്യം ഇന്ത്യക്ക് അറിയാനായിട്ടൊന്നുമില്ല. അപ്പൊ ഇന്ത്യ കണിശമായിട്ട് കൃത്യമായിട്ട് അത് കരുതിക്കൂട്ടി തന്നെ നമുക്കറിയാം അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു എന്താ പറയുക മിലിറ്ററി അറ്റാക്കാണ്. അതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ അമേരിക്കയും എക്സ്പോസ് ചെയ്ത വലിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ നൂർഖാൻ ബേസിൽ ഇന്ത്യ നടത്തിയ ആക്രമണം. ഈ മാക്സാർ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനി അവർ റിലീസ് ചെയ്ത സാറ്റലൈറ്റ് ഇമേജറി, അതായത് മെയ് 13 അവർ റിലീസ് ചെയ്ത ഒരു സാറ്റലൈറ്റ് ഇമേജറി ഈ കാണിക്കുന്നത് ഈ പാകിസ്ഥാന്റെ ഒന്നിൽ കൂടുതൽ എയർബേസിന്, അതായത് നൂർഖാൻ എയർബേസ് ഉൾപ്പെടെ ഒന്നിൽ കൂടുതൽ എയർബേസിന് വളരെ കാര്യമായിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഏകദേശം 4 ഇൻസ്റ്റലേഷൻസ്, അതായത് 4 പിന്നെ എയർബേസ്, നൂർഖാൻ എയർബേസ് റാവൽപിണ്ടി, പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ബേസ് മുഷാഫ്, സർഗോദ, പിന്നെ ബൊലാരി എയർബേസ്, അതുപോലെ തന്നെ PAF ബേസ് ഷബാസ് സിംഗ്, ജക്കോബാബാദ്. അപ്പം ഇങ്ങനെ 4 മിലിറ്ററി ഇൻസ്റ്റലേഷന് കാര്യമായിട്ടുള്ള പരിക്ക് അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഡാമേജ് ഇന്ത്യയുടെ ആക്രമണത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ സാറ്റലൈറ്റ് ഇമേജറി പറയുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. അതായത് കള്ളം പറയത്തില്ല എന്നുള്ളതാണ്. ഈ സാറ്റലൈറ്റ് ഏപ്രിൽ 25 മെയ് 10 ഈ 2 ഡേറ്റിലുള്ള സാറ്റലൈറ്റ് ഇമേജസിന്റെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എയർബേസുകൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഡാമേജുകൾ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബിഫോറും ആഫ്റ്ററും ആണ് നമ്മൾ പറയുന്നത്. യുദ്ധത്തിന് മുമ്പും യുദ്ധത്തിന് ശേഷമുള്ള ഈ എയർബേസുകളുടെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഡാമേജ് ഈ പറഞ്ഞ ഈ എയർബേസുകൾക്കല്ല, ഈ 4 മിലിറ്ററി ഇൻസ്റ്റലേഷന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ അകത്തുള്ള എയർബേസുകളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മളുടെ വെപ്പൺസ് ഉപയോഗിച്ച് ഡ്രോൺസ് ആയാലും ബാലിസ്റ്റിക് മിസൈൽ ആയാലും ഇപ്പം ബ്രഹ്മോസ് ഇതുപോലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് നമുക്ക് പാകിസ്ഥാന്റെ ഉള്ളിൽ ചെന്ന് ആക്രമിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇന്ത്യയുടെ വിജയം തന്നെയാണ് തീർച്ചയായിട്ടും. ഒരു ഷോർട്ട് ടൈം വാറായിരുന്നു. അപ്പോൾ ഷോർട്ട് ടൈം വാറിൽ നമുക്ക് ഇത്രയും ഡാമേജ് അവർക്ക് ഉണ്ടാക്കി വെക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ആ വാറ് ഒരു കുറച്ച് ദിവസത്തേക്കോ കുറച്ച് മണിക്കൂറുകളോ ഒരു ഫർദർ 24 അല്ലെങ്കിൽ 48 ഹവേഴ്സിലേക്കോ പിന്നെ അത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ആം, എന്താണ് പറയുന്നത് നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഡാമേജസും നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. അപ്പോൾ പാകിസ്ഥാൻ ടർക്കിയുടെയും ചൈനയുടെയൊക്കെ സഹായത്തോടു കൂടി ആദ്യം ഇതൊക്കെ വളരെ ശക്തമായിട്ട് എതിർക്കുകയും ഇന്ത്യക്കെതിരെ, ഇന്ത്യക്കാണ് കൂടുതൽ പിന്നെ ഇന്ത്യയുടെ റഫേലിനെ അവർ ഷൂട്ട് ഡൗൺ ചെയ്തു, ഇന്ത്യയുടെ S-400 അവർക്ക് പിന്നെ ഡാമേജ് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെയുള്ള ഒത്തിരി ഫോൾസ് ആയിട്ടുള്ള നറേറ്റീവ് ഉണ്ടാക്കുകയും പ്രൊപ്പഗണ്ട അവർ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ എല്ലാം അവസാനിച്ചതിന് ശേഷം ഇന്ത്യ വളരെ പിന്നെ
സിസ്റ്റമാറ്റിക്കലി ഗ്രാജ്വലി ലോകത്തിന്റെ മുമ്പിൽ ഈ തെളിവുകളെല്ലാം പ്രദർശിപ്പിച്ചപ്പോഴാണ് ലോകത്തിന് മനസ്സിലായത് പാകിസ്ഥാൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചൈനയും പാകിസ്ഥാനും ടർക്കിയും പറഞ്ഞ കാര്യങ്ങളല്ല സത്യം. ഇന്ത്യ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു മിലിറ്ററി അഡ്വാൻറ്റേജ് പാകിസ്ഥാന്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച വെപ്പൺസ് സിസ്റ്റംസ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ റഷ്യയുടെയും ഇസ്രായേലിന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെപ്പൺ സിസ്റ്റം ഉപയോഗിച്ച് കൃത്യമായിട്ട് നമുക്ക് പാകിസ്ഥാന്റെ മുകളിൽ ഒരു എന്താണ് പറയുന്നത് ഡോമിനൻസ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി സുപ്പീരിയോറിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യത്തിന്, ചൈന ഉൾപ്പെടെയുള്ള രാജ്യത്തിന് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷമാണല്ലോ ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള ഇപ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഉണ്ടായി കാണുന്നതാണ്. അത് ഇന്ത്യയുടെ പവർ പ്രൊജക്ഷൻ കൃത്യമായിട്ട് അവിടെ കാണിച്ചു. അത് അമേരിക്കയും ചൈനയൊന്നും വളരെ ചെറുതായിട്ടൊന്നുമല്ല അവരെ അലോസരപ്പെടുത്തത് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ പിന്നീട് വന്നിട്ടുള്ള ട്രംപിന്റെ മനംമാറ്റവും ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകളും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇഷ്യൂ ഒക്കെ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ നമ്മളെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ട് നമുക്ക് പാകിസ്ഥാന്റെ മുകളിൽ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ മിലിറ്ററി എന്താണ് മിഷനായിരുന്നു. അപ്പോൾ അതൊരു ഷോർട്ട് ടൈം വാറായിട്ട് പോലും നമുക്ക് അത്രയും ഡാമേജ് പാകിസ്ഥാൻ ഉണ്ടാക്കി വെക്കാൻ സാധിച്ചെങ്കിൽ ഒരു പിന്നെ എന്താണ് പറയുന്നത് ഒരു ഓൾ ഔട്ട് വാർ ഉണ്ടാകണമെന്നല്ല ഞാൻ പറയുന്നത്, വാർ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് നല്ല കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു പിന്നെ റിപ്ലൈ നമ്മുടെ ഭാഗത്തുനിന്ന് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് അവർ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സമീപ ഭാവിയിൽ ഓപ്പറേഷൻ സിന്ദൂർ 2 നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ 2 ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ 1 പോലെ ആയിരിക്കത്തില്ല, അല്പം കൂടെ പ്രൊട്രാക്റ്റഡ് ആയിരിക്കും, അല്പം കൂടെ മുന്നോട്ട് പിന്നെ എന്താണ് കുറേ ദിവസങ്ങളോട് നീണ്ടു നിൽക്കുന്നതായിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് നമ്മളുടെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് മിനിസ്ട്രി ലെവലിൽ നിന്നായാലും നമ്മുടെ ഡിഫൻസിന്റെ നേരത്തെ ഒന്നും അങ്ങനെയൊന്നും നമുക്കൊരിക്കലും നമ്മളുടെ ഇപ്പം ആർമി ചീഫായാലും അല്ലെങ്കിൽ ആർമിയുടെ ടോപ്പ് കമാൻഡേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ഓഫീസേഴ്സ്, എയർഫോഴ്സിന്റെ ടോപ്പ് ഓഫീസേഴ്സ് ഒന്നും ഒരിക്കലും വന്നിട്ട് ഇതുപോലുള്ള ഈ പിന്നെ യുദ്ധകാഹളമൊന്നും മുഴക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചില കാഴ്ചകളും അല്ലെങ്കിൽ കേൾവികൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ നമ്മൾ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടെ ആയിരിക്കാം. അപ്പോൾ ഇത്രയും വേണ്ട ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ 1 വിജയമായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.